മെജീഷ്യൻ്റെ കർമ്മതുല്യമായ ഊർജത്തിൽ നിന്ന് നാം ഇപ്പോൾ കടക്കുന്നത് നിഗൂഢതയുടെയും മിസ്റ്ററി, മൗനത്തിൻ്റെയും സൈലൻസ്, അന്തർബോധത്തിൻ്റെയും ഇൻഡ്യൂഷൻ ലോകത്തേക്കാണ്. 2-ാം നമ്പർ കാർഡായ ദ ഹൈ പ്രീസ്റ്റസ്. മെജീഷ്യൻ പുറംലോകത്തെ സൃഷ്ടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഹൈ പ്രീസ്റ്റസ് നമ്മുടെ ഉള്ളിലെ ആത്മീയ ലോകത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. 1. ചിത്രത്തിലെ പ്രതീകങ്ങളും അവയുടെ അർത്ഥവും. കറുപ്പും വെളുപ്പും തൂണുകൾ ബി ആൻഡ് ജെ. അവൾ ഇരിക്കുന്നത് 2 തൂണുകൾക്ക് ഇടയിലാണ്. ബി ബോസ് എന്നാൽ നിഷേധത്തെയും നെഗേഷൻ ഡാർക്ക്നെസ്. ജെ ജാച്ചിൻ എന്നാൽ സ്ഥിരീകരണത്തെയും അഫർമേഷൻ ഓർ ലൈറ്റ് സൂചിപ്പിക്കുന്നു. ഇത് പ്രപഞ്ചത്തിലെ വൈരുദ്ധ്യങ്ങളെ ദ്വൈതം ഡ്വാലിസം കാണിക്കുന്നു. പകലും രാത്രിയും, നന്മയും തിന്മയും, പുരുഷനും സ്ത്രീയും. അവൾ ഇതിനിടയിലിരിക്കുന്നത് സമനിലയുടെ ബാലൻസ് പ്രതീകമായാണ്. പിന്നിലെ തിരശീല ദ വയൽ. തൂണുകൾക്ക് പിന്നിൽ മാതള നാരങ്ങകൾ പൊമിഗ്രനേറ്റ്സ് പതിപ്പിച്ചൊരു തിരശീല കാണാം. ഇത് ഉപബോധ മനസ്സിൻ്റെയും സബ് കോൺഷ്യസ്, ബോധമനസ്സിൻ്റെയും കോൺഷ്യസ് ഇടയിലുള്ള മറയാണ്. യഥാർത്ഥ അറിവ് നേടണമെങ്കിൽ ഈ മറ നീക്കി ഉള്ളിലേക്ക് നോക്കണം. തോറ. അവളുടെ മടിയിൽ തോറ എന്നെഴുതിയ ഒരു ചുരുളുണ്ട്. ഇത് പവിത്രമായ നിയമത്തെയും നിഗൂഢമായ അറിവിനെയും സൂചിപ്പിക്കുന്നു. അത് പകുതി മറഞ്ഞിരിക്കുന്നു. അതിനർത്ഥം എല്ലാ അറിവും എല്ലാവർക്കും ലഭ്യമല്ല. അർഹതയുള്ളവർക്ക് മാത്രമേ അത് വെളിപ്പെടൂ എന്നാണ്. ചന്ദ്രക്കല ക്രസന്റ് മൂൺ. അവളുടെ പാദത്തിനടിയിലുള്ള ചന്ദ്രക്കല അവളുടെ സ്ത്രീ സഹജമായ ഊർജത്തെയും ഫെമിനൈൻ എനർജി, വികാരങ്ങളുടെ മേലുള്ള നിയന്ത്രണത്തെയും സൂചിപ്പിക്കുന്നു. 2. നിറങ്ങളുടെ രഹസ്യം നീല ബ്ലൂ. അവളുടെ വസ്ത്രം നീല നിറമാണ്. ഇത് ജലതത്വത്തെയും വിജ്ഞാനത്തെയും ആഴത്തിലുള്ള ശാന്തിയെയും സൂചിപ്പിക്കുന്നു. വെള്ള വൈറ്റ്. അവളുടെ നെഞ്ചിലെ കുരിശ് ക്രോസ് ആത്മീയമായ സന്തുലിതാവസ്ഥയെയും ദൈവികമായ വെളിച്ചത്തെയും പ്രതിനിധീകരിക്കുന്നു. 3. ഭൗതികവും ആത്മീയവുമായ വശങ്ങൾ. ഭൗതിക തലം. ഇപ്പോൾ പ്രവർത്തിക്കാനുള്ള സമയമല്ല, മറിച്ച് കാത്തിരിക്കാനും നിരീക്ഷിക്കാനുമുള്ള സമയമാണ്. കാര്യങ്ങൾ വെളിപ്പെടാൻ സമയമനുവദിക്കുക, രഹസ്യങ്ങൾ സൂക്ഷിക്കുക. ആത്മീയ തലം. നിന്റെ അന്തർബോധം അഥവാ ഇൻഡ്യൂഷൻ നിനക്ക് നൽകുന്ന സന്ദേശങ്ങൾ ശ്രദ്ധിക്കുക. സ്വപ്നങ്ങളിലൂടെയും നിശബ്ദമായ ചിന്തകളിലൂടെയും ദൈവം നിന്നോട് സംസാരിക്കുന്ന ഘട്ടമാണിത്. 4. ഗുരുവിൻ്റെ ഉപദേശം ദ ഗുരുസ് വിസ്ഡം. പ്രിയ ശിഷ്യ, ദ ഹൈ പ്രീസ്റ്റസ് നിനക്ക് നൽകുന്ന ഉപദേശം മൗനം, സൈലൻസ് എന്നതാണ്. ലോകത്തിൻ്റെ ബഹളങ്ങളിൽ നിന്ന് മാറി സ്വന്തം ഉള്ളിലേക്ക് നോക്കാൻ ശീലിക്കുക. ജീവിതത്തെ എങ്ങനെ നയിക്കാം? 1. അന്തർബോധത്തെ വിശ്വസിക്കുക. പുറത്തുള്ളവരുടെ ഉപദേശത്തേക്കാൾ നിന്റെ മനസാക്ഷി പറയുന്നത് കേൾക്കുക. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. 2. ക്ഷമ ശീലിക്കുക. എല്ലാ പൂക്കളും ഒരേ സമയം വിരിയുന്നില്ല. നിന്റെ ജീവിതത്തിലെ ചില ഉത്തരങ്ങൾ ലഭിക്കാൻ സമയമാകുന്നതേയുള്ളൂ. തിരക്ക് കൂട്ടാതിരിക്കുക. 3. രഹസ്യങ്ങൾ സൂക്ഷിക്കുക. നിന്റെ ലക്ഷ്യങ്ങളും പദ്ധതികളും എല്ലാവരോടും വിളിച്ചു പറയേണ്ടതില്ല. വിത്ത് മണ്ണിൽ ഒളിച്ചിരുന്നാലേ അത് മരമായി വളരൂ. നിന്റെ ഊർജം ഉള്ളിൽ സൂക്ഷിക്കുക. സൂക്ഷ്മമായ ഒരു രഹസ്യം കൂടി. തിരശീലയിലെ മാതള നാരങ്ങകൾ സ്ത്രീത്വത്തെയും പ്രത്യുൽപാദന ശേഷിയെയും അതായത് ഫെർട്ടിലിറ്റി സൂചിപ്പിക്കുന്നു. ഇതിനർത്ഥം ആത്മീയമായ മൗനം വെറും ശൂന്യതയല്ല, അത് പുതിയ ആശയങ്ങൾക്കും വെളിപാടുകൾക്കും ജന്മം നൽകാൻ പോകുന്ന ഒരു ഗർഭപാത്രം പോലെ സമ്പന്നമാണ് എന്നാണ്.